ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഒറ്റമൂലികളുടെ രാജ്ഞി എന്നാണ് ശതാവരിയെ വിശേഷിക്കുന്നത്. അതിവിശിഷ്ട ഗുണങ്ങളുള്ള ഒരു ഔഷധം കൂടിയാണിത്. ഗൈനക്കോളജി ഡിസീസിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഔഷധമാണ് ശതാവരി എന്നത്. ഞാൻ തുടക്കത്തിൽ ഓർമ്മിച്ച ഒത്തിരി ഇഷ്യൂസ് ഉണ്ടല്ലോ, അതായത് പിസിഒഡി, ഇൻഫെർട്ടിലിറ്റി, ഹോർമോൺ ഇംബാലൻസ്, ഓവർ ബ്ലീഡിങ്, ഇതിനൊക്കെ വളരെ എക്സലന്റ് ആയിട്ടുള്ള റെമഡിയാണ് ശതാവരി. അതുപോലെ മെനോപോസിനോടനുബന്ധിച്ച് സ്ത്രീകൾ നേരിടുന്ന ശാരീരികമായ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പല വിഷമം നിറഞ്ഞ ഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അല്ലെ. ഇപ്പൊ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പൊ ശതാവരി ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനെ, പ്രൊജസ്ട്രോണിനൊക്കെ റെഗുലേറ്റ് ആയി പ്രവർത്തിക്കാൻ കഴിവുള്ള ശതാവരി ബ്ലഡ് പ്യൂരിഫിക്കേഷന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ കുറിച്ച്, അതിനെല്ലാം ഫ്ലഷ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ ശതാവരിയിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഡൈജഷൻ കറക്റ്റ് ആക്കുന്നതിലും ശതാവരി മുൻപന്തിയിലാണ്. ഡൈജഷൻ കറക്റ്റ് ആവുന്നതോടൊപ്പം നെഞ്ചിരിച്ചിന് ശമനം കിട്ടുന്നുണ്ട്. ഇതൊരു ശീതവീര്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ആമാശയ രോഗങ്ങളെ തടയാൻ ഒരു പരിധി വരെ ശതാവരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കുന്നു. ചെറുകുടല്, ആമാശയം, അന്നനാളം ഇവയിലൊക്കെ ഉണ്ടാകുന്ന അൾസർ തടയാൻ ഹെൽപ്പ് ചെയ്യുന്നു. കുടലിനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്ലെൻസർ കൂടിയാണ് നമ്മുടെ ശതാവരി മാക്സ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റുകളും ഈസി ആയിട്ട് ദഹിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണിത്. വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക, ലൂസ് മോഷൻ, വയറ്റിലുണ്ടാകുന്ന ട്യൂമറുകൾ, ഇവയെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ശതാവരി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ചെറിയ സിംറ്റംസ് കാണുമ്പോഴാണ് അതൊന്ന് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഇത്രയും മഹത്തരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തുടക്കമാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ യൂറിനറി ട്രാക്കിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, യൂറിനറി ബ്ലാഡറിന്റെ ആരോഗ്യം, ഇതിനെല്ലാം പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻഫെർട്ടിലിറ്റി നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ് അല്ലെ. ഇതിന് ലേഡീസിനാണെങ്കിൽ ഓവുലേഷന്റെ സമയത്ത് പ്രതിപാദന ശേഷി കൂട്ടാൻ ശതാവരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ശതാവരി നമുക്ക് ജെന്റ്സിനെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ 7 കൗണ്ട് കുറവുള്ള കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പുരുഷന്മാർക്ക് നമുക്ക് ഈ ഒരു ശതാവരി ഉപയോഗിക്കാം. അതേപോലെ രാത്രിയിലൊക്കെ ഒരുപാട് ചൂട് വയർപ്പൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ ശരീരം തണുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ശതാവരി മാക്സ്. അതുപോലെ പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ഓവർ ബ്ലീഡിങ് കുറയ്ക്കാനും വൈറ്റ് ഡിസ്ചാർജിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരീരത്തിന്റെ ബലം കൂട്ടുന്നു. അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള ലേഡീസിന് പാൽ വർദ്ധിപ്പിക്കാൻ ഇതിലും വലിയൊരു ഔഷധം ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ ചിലരെങ്കിലും ഡെലിവറിക്ക് ശേഷം ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ എത്ര പേര് ഈ ഒരു അവസ്ഥ കടന്നിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സ്വയം ഒന്ന് ആലോചിച്ചാൽ അറിയാം നമുക്ക് ചുറ്റുമുള്ള എത്രയോ പേര് നമ്മൾ എത്രയൊക്കെ അനുഭവിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ റീസൺ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഹോർമോണുകളുടെ ഇംബാലൻസ് ആണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനും ശതാവരി വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സന്ധിവേദന, പിസിഒഡി, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശീതവീര്യം കൂടുതലായത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ക്രമാതീതമായിട്ടുള്ള ചൂട് ശമിപ്പിക്കാനും അൾസർ പോലെയുള്ള കണ്ടീഷൻസ് വളരെ റിസൾട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രതിരോധ ആന്റിബയോട്ടിക് ആണ് നമ്മുടെ ശതാവരി. ശതാവരി മാക്സിൽ ശതാവരി കൂടാതെ അശോകയും ഇരട്ടി മധുരമാണ്. ഇതിൽ അശോകം എന്നാൽ ശോകത്തെ ഇല്ലാതാക്കുന്നത് എന്നാണ് അല്ലെ. അപ്പൊ പീരീഡ്സിന് സമയത്ത് ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള വയറുവേദന, ഓവർ ബ്ലീഡിങ്, ഡൈജഷൻ പ്രോബ്ലം, യൂറിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, സ്കിൻ ഡിസീസ്, രക്തശുദ്ധി വരുത്താൻ, നിറം വെക്കാൻ ഒക്കെ നമുക്ക് ഈ ശതാവരി വളരെ ഗുണം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്റെ വീട്ടിലൊരു നായക്കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മൂത്ത മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നായക്കുട്ടി. അപ്പൊ അവൾ ആ നായക്കുട്ടിയുമായി കുറെ അടുത്ത് പെരുമാറിയപ്പോ മുഖത്ത് ഇങ്ങനെ ഈ സൈഡിൽ മൊത്തം കുരുക്കൾ വരാൻ തുടങ്ങി. അതൊരു കറുത്ത കളറാണ് പിന്നീട് വലിയ കുരുക്കളായിട്ട് വരും, പിന്നീട് കറുത്ത കളറിലേക്ക് മാറാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചൊറിച്ചിലും കൂടി ആയപ്പോ ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ച സമയത്ത് അവര് പറഞ്ഞു നമ്മുടെ ഈ ഡോഗിന്റെ അലർജിയാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ മോളടുത്ത് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞ കാര്യം, അവർ മരുന്ന് കഴിക്കുന്ന സമയത്ത് മറ്റു വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നമ്മളെ ശതാവരി ഒന്ന് പൊട്ടിച്ച് തേച്ച് നോക്കാൻ പറഞ്ഞു. വളരെ മിറാക്കിളായിട്ട് റിസൾട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അത് ഹണിയുമായിട്ട് ചേർത്ത് നമ്മൾ ശതാവരി മാക്സ് പൊട്ടിച്ച് തേനുമായി ചേർത്തിട്ട് നമ്മൾ പുരട്ടി കഴിഞ്ഞപ്പോ 2 ദിവസം കൊണ്ട് തന്നെ ആ കുരുക്കളൊക്കെ ഒതുമ്പാനും കളറിന് വ്യത്യാസം വരികയും ചെയ്യുന്നുള്ളതാണ്. ഒന്ന് പരീക്ഷ നോക്കുന്ന എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ച് വളരെയധികം ഒരു എക്സൈറ്റ്മെന്റോട് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ, ഇപ്പൊ അവരുടെയൊക്കെ പ്രായം അനുസരിച്ച് ഉള്ളത് റിസൾട്ട് ആണോ അതോ എന്റെ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് അറിയാവുന്നുണ്ടല്ലോ. അതേപോലെ നമുക്ക് മറ്റൊന്നാണ് ഇരട്ടി മധുരം.
വയറ്റിലുണ്ടാകുന്ന എരിച്ചല്, വയറിലെ നീർക്കെട്ട്, ഓറൽ ഹെൽത്തിന്, ഒച്ചയടപ്പിനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ്, സഹായമാകുന്ന ഒന്നാണ് ഈ ഇരട്ടിമധം എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നു. ഇരട്ടിമധത്തിൽ അടങ്ങിയിട്ടുള്ള എൻസൈമുകൾ നമ്മുടെ അണുബാധയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ ശതാവരി മാക്സിലുള്ള അതില് നമുക്ക് ശതാവരി മാക്സിന്റെ